ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആദീസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഉപ്പുമാവാണ്. നല്ല സോഫ്റ്റായിട്ടും നല്ല കട്ട പിടിക്കാത്ത ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ സവാള, 1/4 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, കറിവേപ്പില ആവശ്യത്തിന്, 1 ക്യാരറ്റ് അരിഞ്ഞത്, 1 കപ്പ് തേങ്ങ, 1 മുളക് നീളനെ കീറിയത്. ഇനി ഒരു പരന്ന പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയ ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ ഉഴുന്ന് ആഡ് ചെയ്യുക. ഉഴുന്ന് ഒരു ബ്രൗണിഷ് കളർ ആകാറായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകും ആഡ് ചെയ്യുക. കടുക് പൊട്ടിച്ചതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, സവാള, പച്ചമുളക്, ക്യാരറ്റ് എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കണം. ഇനി ഈ ചേരുവകളെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് വീണ്ടും വഴറ്റുക. അപ്പോൾ ഈ ചേരുവകളെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിക്കാൻ ആവശ്യമായ 2 കപ്പ് വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ 2 കപ്പ് വെള്ളം ചൂടോടുകൂടി അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിക്കുക. ചേരുവകളെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. 5 മിനിറ്റ് കഴിഞ്ഞു, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം 300 ഗ്രാം റവയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. 300 ഗ്രാം ഒരുമിച്ച് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിങ്ങനെ കൈയെടുക്കാതെ ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കുക. ഇനി പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നേരത്തെ സവാളയും ക്യാരറ്റും മുളകും ഇഞ്ചിയും എല്ലാം കൂട്ടി യോജിപ്പിച്ച സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് ആഡ് ചെയ്തിട്ട് ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ സാധാ വെള്ളം ഒഴിച്ചത്. അതുപോലെ വറുത്ത റവയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ റവ നന്നായിട്ട് വേകുന്നത് വരെ 10 മിനിറ്റ് വരെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടേസ്റ്റ് മാറും. ഇതിലേക്ക് ആവശ്യമെങ്കിൽ പീനട്ട്, നട്ട്സ്, കിസ്മിസ് എന്നിവ പോലുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല കട്ട പിടിക്കാത്ത സ്വാദിഷ്ടമായ ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലിട്ട് മാറ്റി കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്ത് പഴവും പപ്പടവും എല്ലാം ചേർത്ത് രുചികരമായ ഉപ്പുമാവ് ആസ്വദിച്ച് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉപ്പുമാവ് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയണേ.